അപ്പോൾ എന്തായാലും സാറിന് വേണ്ടിയിട്ട് നമ്മളൊരു സെഗ്മെന്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, സാറിന് പരിചയമുള്ള, സാറിന് ഇഷ്ടമുള്ള കുറേ മുഖങ്ങൾ അല്ലെങ്കിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ മുഖങ്ങൾ നമ്മളിവിടെ LED വാളിൽ കാണിക്കും. അവരുടെ മുഖം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണോ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. എന്റെ ദൈവമേ, ഇത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പൊ എന്റെ കഴിഞ്ഞ സിനിമയിലും പ്രധാന റോളിലാണ് ചെയ്തിരുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഇന്ദ്രൻസ് അത്യാവശ്യം നല്ല പ്രതിഫലം വാങ്ങുന്ന സമയമാണ്. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു, പിന്നെ അല്ലെങ്കിൽ തന്നെയും മാസത്തിൽ ഒരിക്കലൊരു കോൾ ചെയ്തിട്ട് പറയും, സാർ ഇങ്ങനെ ഇരുന്നാൽ മതി, നമുക്കൊരു പടം ചെയ്യണ്ടേ, പെട്ടെന്ന് വേണം സാർ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ്. സിനിമയിലൊന്നും ആരും അങ്ങനെ വിളിച്ച് പറയാറില്ല. അപ്പോൾ എൻ്റെ പ്രോജക്റ്റ് ആയപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞ്, എൻ്റെ സിനിമയുണ്ട്, കഥയൊക്കെ സാറിൻ്റെ കഥ എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും, അല്ല ഒന്ന് കേൾക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ വലിയ താരമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. സാർ അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാനിങ്ങനെ അങ്ങ് സഞ്ചരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എങ്കിലും നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് കഥ പറഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൈസ പറയാൻ പറഞ്ഞു പൈസ ഞാൻ പറയത്തില്ല, സാർ എന്തെങ്കിലും ചെയ്താൽ മതി, എനിക്ക് പൈസ വേണമെന്ന് പോലും ഇല്ല, അതേ അർത്ഥത്തിലാണ് പറഞ്ഞത്. സാർ എന്തെങ്കിലും ചെയ്താൽ മതി, അല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് സിനിമ നിർമ്മിച്ചത്. അപ്പോൾ കമ്പനിയുടെ MD ഞാൻ തന്നെയാണ്. അപ്പോൾ ചെക്കൊക്കെ ഒപ്പിടണമെന്നൊക്കെ എല്ലാം ഞാനാണ്. ആദ്യ ലീഫ് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി എഴുതണം, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വിളിച്ചു പറഞ്ഞ്, എങ്ങനെയാണ് ചെക്ക് ഇപ്പം എഴുതേണ്ടത്? ചെക്കോ? ഞാൻ പറയാം അതെ അഡ്വാൻസ്. സാർ അഡ്വാൻസ് ഒക്കെ പിന്നെ മതി, ഞാൻ ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം അതല്ല, ആദ്യ ലീഫ് ഇന്ദ്രൻസിന് എഴുതണം, അതിന് വേണ്ടിയാണ്. അയ്യോ അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. സാറിന് മഹേന്ദ്രൻ അങ്ങോട്ട് വിളിക്കാം, മഹേന്ദ്രൻ മകനാണ് ഇപ്പോൾ ഡേറ്റ് എല്ലാം നോക്കുന്നത്. മഹേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ സാർ ചെക്ക് എഴുതാൻ പോകണമെന്നൊക്കെ പറഞ്ഞ്, അതൊന്നും വേണമെന്നില്ല. ഞാൻ പറഞ്ഞു അത് പറയരുത്, എങ്ങനെയാണ് GST എങ്ങനെയാണ് കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. പിന്നെ അദ്ദേഹം പറഞ്ഞു GST ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ചെക്ക് എഴുതി ആദ്യത്തെ ലീഫ് കൊടുത്തത്. അതാണ് ബന്ധം. എപ്പോഴും വിളിച്ച് വല്ലാത്തൊരു സ്നേഹബന്ധം ഉണ്ടല്ലോ. ഈ വേദിയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു സാർ, ഒരുപാട് പറയേണ്ടി വരും, കാരണം അത്രയും ഇഷ്ടമാണ് എനിക്ക് നടൻ എന്നുള്ള നിലയ്ക്കും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനേക്കാൾ കൂടുതൽ. ഈ അടുത്ത കാലത്തൊരു സംഭവം കൂടെ ഉണ്ടായി. ഇപ്പോഴത്തെ നാഷണൽ അവാർഡല്ല, കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് കാണണം സാർ, എപ്പോഴാണ് വീട്ടിൽ ഓഫീസിൽ എവിടെ കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ ഉണ്ടാവും, ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം രാവിലെ പുള്ളി വന്നു. ഞാൻ എന്തിനാ വരുന്നതെന്നും എനിക്കറിയില്ല. വന്ന ഉടനെ വെറ്റിലയും പാക്കും കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു, നമസ്കരിച്ചു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല സാറാ അവാർഡൊക്കെ കിട്ടിയ സാറാ കാരണമൊക്കെ ആണല്ലോ ഞാനിങ്ങനെയൊക്കെ വന്നത്. ഞാൻ ആ വെറ്റിലയും പാക്കും അവിടെ വെച്ചു. വീട്ടിൽ നിന്ന് ലത ചായ ഇട്ടുകൊണ്ട് വന്നു, ചായ കൊടുത്തു. പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിയുടെ കസിനും ഉണ്ടായിരുന്നു. അവരങ്ങ് പോയിട്ട് വൈഫ് ചോദിച്ചു എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞിങ്ങനെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല ആ വെറ്റിലയും പാക്കും ഇരിക്കുന്നിടത്തൊരു ബോക്സ് ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബോക്സോ? അതിൻ്റെ കൂടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ പോയി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ 1 പവൻ്റെ ഒരു കോയിൻ. എനിക്ക് സിനിമയിൽ കിട്ടുന്ന ആദ്യത്തെ സമ്മാനം, തുറന്നു പറയാം. അതിനേക്കാളും ഒരുപാടൊക്കെ ചെയ്തു കൊടുത്ത ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഒരു പേന പോലും സമ്മാനമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടുന്ന ആദ്യം ഞാൻ ഉടനെ വിളിച്ചെന്ന് തന്നെ, എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ വല്ലാണ്ടായി. ഞാൻ അപ്പം തന്നെ വിളിച്ചു, ഞാൻ എന്തിനാ സാറിന് അതൊന്നും തന്നാലൊന്നും ആവില്ല, ഞാൻ എൻ്റെ മനസ്സ് അവിടെ ഒന്ന് തുറന്നു, അത്രേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ആളാണ് ആ നിൽക്കുന്നത്. ഈ ഇന്ദ്രൻസിന് എപ്പോഴെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ? എനിക്ക് ആ മുഖം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നേ ഇല്ല. എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ട ആരോടെയും സംസാരിച്ച് സാറ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞങ്ങള് കണ്ടിട്ടുണ്ടോ? ഇല്ല. മൂപ്പർക്ക് അങ്ങനെ എന്തെങ്കിലും സങ്കടം അല്ലാതെ ഉണ്ടെങ്കിൽ ക്വൈറ്റ് ആവും. അതാണ് മൂപ്പര് സംസാരിക്കില്ല, ഒരു കോർണറിൽ പോയിട്ട് ഇരിക്കും. മൂപ്പര് ഇന്നും എലിമാന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ മൂപ്പരാണ്. ബിക്കോസ് എന്ത് അവാർഡ് കിട്ടിക്കോട്ടെ, ഇപ്പൊ രാജനേൻ സാറിന് വേണമെങ്കിൽ ഇന്നും സാറ് പറയും, നാളെ ഇനി 10 നാഷണൽ അവാർഡ് കിട്ടിയാലും മൂപ്പര് ഇതുപോലെ തന്നെ ഒരു മാറ്റമില്ല. അത് സത്യം പറഞ്ഞാൽ മൂപ്പര് എന്താ പറയാ, ഇതൊരു പാഷനാണ്. എല്ലാം റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞിട്ടാണ് മൂപ്പർക്ക് ഇതെല്ലാം കിട്ടിയത്. അപ്പൊ മൂപ്പര് ഇപ്പൊ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ ഒരു ടെൻഷനും ഒന്നുമില്ല. കുട്ടികള് കല്യാണം കഴിച്ചു, എല്ലാം കഴിഞ്ഞു, ഇതൊക്കെ. അപ്പൊ മൂപ്പര് ഇപ്പൊ എൻജോയ് ചെയ്യാണ്. സൂപ്പർ അമ്മയും മകളും